ഹായ് കൂട്ടുകാരെ, ഇന്നപ്പോൾ ഞാനുണ്ടാക്കുന്നത് ദോശയാണ് കേട്ടോ. കണ്ടോ, ദോശയുടെ മാവ് കണ്ടോ, കണ്ടോ. ഇന്നപ്പോൾ ദോശയാണ്. ദോശയുടെ കൂടെ സാമ്പാർ ഇരിപ്പുണ്ട്, പിന്നെ അല്പം ചട്നി ഉണ്ടാക്കണം. ഇനി അത്രയേ ഉള്ളൂ. ഇന്ന് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് അധികം ഒന്നും വേണ്ട കേട്ടൊന്ന്, ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ദോശ ഉണ്ടാക്കുന്ന പരിപാടിയിലാണ്. ഫ്രിഡ്ജിൽ സാമ്പാർ ഇരിപ്പുണ്ട്. ഇനി അതൊക്കെ എടുത്ത് പുറത്ത് വെച്ച് ചക്ക ഇരിക്കുന്നത് കണ്ടോ, ഇത് ചക്കപ്പഴം. ഇതതിനിടയ്ക്ക് കപ്പ പുഴുങ്ങിയതാണ്. കപ്പ നല്ല കപ്പ കിട്ടിയില്ല, നന്നായിട്ടത് വേവുന്നില്ല. അതുകൊണ്ട് ഈ കപ്പ ഒരു കാര്യമില്ലാത്തൊരു കപ്പയായിപ്പോയി, ടേസ്റ്റ് ഇല്ല. അതുകൊണ്ട് എന്താ പറയുക, വെള്ളം കയറിയിട്ടുള്ള പോലെയൊക്കെയാണ്. അപ്പം നമ്മുടെ ദോശ കണ്ടോ, നല്ല ഞാൻ ദോശ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ എണ്ണയൊന്നും കഴിക്കില്ല. കാരണം എനിക്ക് അല്പം കൊളസ്ട്രോളും ഉണ്ട്. ഞാൻ ആ കൊളസ്ട്രോളിനുള്ള മരുന്നും കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് പേടി എനിക്ക്. ഇതെങ്ങാനും കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അസുഖം വന്നാൽ നോക്കാൻ ആളില്ല. അതുകൊണ്ട് തന്നെ എണ്ണയുടെ ഉപയോഗമൊക്കെ ഞാൻ കുറച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ വെളിച്ചെണ്ണ ഉണ്ടോ, എത്ര വിലയായാലും 300 രൂപ ഒരു കിലോ വെളിച്ചെണ്ണ. ആ വെളിച്ചെണ്ണ വാങ്ങി അങ്ങ് ഉപയോഗിക്കുള്ളൂ, കുറച്ച് ഉപയോഗം. പിന്നെ നല്ല തൈരൊക്കെ കൂട്ടിയിട്ട് ഉച്ചയ്ക്ക് ചോറുണ്ണ. പിന്നെ അതുപോലെ മുളക് അധികം കഴിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ വയറിൻ്റെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് ഒഴിവാക്കി നിർത്താൻ പറ്റും. മുളക് കഴിക്കുന്ന എല്ലാവരും ചിന്തിക്കണം, മുളക് അധികം കഴിക്കരുത് കേട്ടോ. മുളക് നമുക്ക് കഴിക്കുമ്പോൾ വയറിനകത്ത് അസ്വസ്ഥതയായിരിക്കും. തിന്നുമ്പോൾ കുറച്ച് നേരത്തേക്ക് വായിക്കകത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും, അത്രേ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് ഇത് കഴിക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. അപ്പം എൻ്റെ 2 ദോശ റെഡിയായി കണ്ടോ. ഇനി നമുക്ക് മൂന്നാമതൊരു ദോശ ഉണ്ടാക്കണം.